ഹായ് കൂട്ടുകാരെ, കണ്ട നമ്മുടെ ഇവിടുത്തെ അവസ്ഥ കണ്ട. കാരണം നമ്മുടെ പോത്തുകൾക്ക് മഴ വന്നാൽ നനയാതിരിക്കാൻ ഒരു വഴിയില്ല കേട്ടോ. ടാർപ്പായി വാങ്ങിച്ച് കെട്ടണം. കാരണം പ്രതീക്ഷിക്കാണ്ട് ഇന്നലെ 1-ാം തീയതി നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഗുണ്ടൻ ഇവിടെയാണ് സാധാരണ കെട്ടിയിടാറുള്ളത്. പക്ഷേ ഇവിടെ കണ്ട വെള്ളവും ചളിയൊക്കെ അതിന് ഇവിടെയൊന്നും കെട്ടിയിടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇതങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല സങ്കടമായി. കാരണം എനിക്കതിൽ അപ്പനും ഭയങ്കര സങ്കടമായി. പ്രതീക്ഷിക്കാണ്ട് മഴ വന്നു കേട്ടോ. നമ്മൾ അതുകൊണ്ട് നമുക്ക് പറ്റിയ ഫോൾട്ട് കണ്ട. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതാ പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കഴിയാറായി, ലാസ്റ്റ് സ്റ്റേജാണ് അത് കറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതപ്പോൾ പാല് കറന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പാല് കറവ് കഴിഞ്ഞിട്ട് ഇതാ നിൽക്കുന്നുണ്ട്. നമ്മുടെ പോത്തുക്കുട്ടൻ വരെ ഉണ്ട്, അതാ കിടക്കുന്നുണ്ട്. കണ്ടപ്പോൾ നമുക്ക് നല്ല വിഷമം തോന്നിയിട്ട് നമുക്ക് ടാർപ്പായി ഉണ്ട്, പക്ഷെ ഫുൾ കീറിയതാണ് കേട്ടോ. നല്ല ടാർപ്പായും കിട്ടാനില്ല. പിന്നെ ഇതാ നമ്മുടെ അമ്മ പശു ഭയങ്കര എന്താണ് വളമൊക്കെ വെള്ളം പോലെ പോകുന്നത് കേട്ടോ. ഇവിടെ രാവിലെ പോലിട്ടൊന്ന് വെള്ളം കൊണ്ട് കഴുകിയതാണ്. ഞാൻ ഇതപ്പോൾ എണീറ്റ് വന്നുള്ളൂ. അപ്പോൾ ഇതാ പാലൊക്കെ കറന്ന് കഴിഞ്ഞു. പച്ചപ്പുല്ല് തിന്നിട്ടാണോ എന്തോന്ന് അറിയില്ല. ഡോക്ടറെ വിളിച്ചൊന്ന് പറയാമല്ലേ. എന്നെ തൂറ്റിയ സാധാരണ പച്ചപ്പുല്ല് കൊടുക്കില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് അവിടെയും മേയ്ക്കാനൊന്നും കൊണ്ടുപോകണില്ല. ഇന്നലെ തുടങ്ങിയ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ അറിയണവർ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ വീണ്ടും അവളുടെ പഴയ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡാണ് അവൾ ചവിട്ടുന്നത്. അതെന്താണ് എവിടെ കിട്ടാ? അപ്പുറത്തെ സൈഡാ? അപ്പുറത്തെ സൈഡ് അഴിച്ച് കേട്ട് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യാം. മഴ ആയതുകൊണ്ട് ഇനി വീട്ടിൽ പുറത്ത് കെട്ടാനും നമുക്ക് ടാസ്ക്കാണ്. കണ്ട നമ്മൾ പശുവിനെ വിടുന്നതാ. അവിടെയൊക്കെ നോക്ക്, ഫുൾ വെള്ളം കാണുന്നത് കണ്ട. വെള്ളമായി അവിടെയൊക്കെ ഫുൾ വെള്ളമാണ്. ഇനിയിപ്പോൾ അവിടേക്കും കൊണ്ടുപോയി തിരി കൊണ്ട് കുറച്ച് നേരം നമ്മൾ കാലാറാൻ കൊണ്ട് കെട്ടും. ഇനിയിപ്പോൾ അതും പറ്റാത്തൊരവസ്ഥയായിട്ടാണ്. നമുക്ക് ഇവിടെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അത് എന്താ പറയുക, പാല് കറന്ന് കഴിഞ്ഞോട്ട് പാൽപാത്രത്തിൽ എന്താ ഇപ്പോൾ പാൽപാത്രത്തിൽ കൂട്ടി വെക്കുന്നത് ഒന്നും കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നും കൂടെ ഇപ്പോൾ അരിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ അരിച്ചു വയ്ക്കുന്നുണ്ട്. എനിക്ക് പോത്തപ്പന്മാരെയൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടമായത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമില്ല. അവിടെ നിന്ന് ഒലിച്ചിറങ്ങിയിട്ട് നേരെ ഇതിലൂടെ ആയിട്ട് വരിക. അപ്പോൾ സ്വത്തനുസരിച്ചൊക്കെ കറന്നു കഴിഞ്ഞ് അപ്പോൾ സൊസൈറ്റി കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ തവിടൊക്കെ ഇങ്ങനെ കലക്കി വെക്കുന്നുണ്ട്. 3 ആൾക്കും ഇത് വെള്ളം ഒഴിച്ചൊന്നും കൂടെ മിക്സ് ചെയ്യണം. അതപ്പോൾ നമ്മുടെ പശുവിനുള്ളതാണ് കേട്ടത്. അപ്പോൾ പശുക്കളെ പോത്തുകളെ അഴിച്ചു വിടുന്നുണ്ട് കേട്ടോ. അവർ കിടന്നിട്ടുള്ളിടത്ത് സ്ഥലം കണ്ട ഫുൾ ചളിയായിട്ട് ഇത്രയും വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേതാ നമ്മുടെ ചെറിയ പോത്ത്, ഏതാ നമ്മുടെ നടുക്കഷ്ണം എന്ന് അറിയാത്ത ലെവലിൽ വളർന്നു കേട്ടോ നമ്മുടെ ചെറിയ പോത്ത്. ഇനി ഇവിടുത്തെ ക്ലീനിങ് പരിപാടി കുറച്ച് ടാസ്ക് ആയിരിക്കും. അത് കുറച്ച് ഉണങ്ങിയിട്ടൊക്കെ ഇവിടെ ഇനിയിപ്പോൾ ക്ലീനിങ് നടക്കുകയുള്ളൂ കേട്ടോ. ഗുണ്ടന് ഈ സൈഡ് കൊണ്ട് കെട്ടി എവിടേക്കാണ്. അപ്പോൾ പാലൊക്കെ കറന്ന് തൊഴുത്തൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ വെളിയിൽ കൊണ്ട് കുഞ്ഞു പശുവിനെയും അമ്മ പശുവിനെയൊക്കെ വെളിയിൽ കൊണ്ട് കെട്ടിയിടാന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫുള്ളും വളമിട്ട് നാശമൊക്കെ ഉണ്ടാ. ഇന്നലെ ഇവിടെയൊക്കെ വൃത്തിയാക്കിയതാണ്. കാരണം നമ്മളിവിടെ കത്തിച്ചതും വൈക്കോലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതാട്ടെ ഇതൊക്കെ. അപ്പോൾ നമുക്ക് മഴ വന്ന വെള്ളം പോകാനുള്ള ഗ്യാപ്പൊക്കെ എടുത്ത് വിട്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കെട്ടി നിന്നിട്ട് അവർക്ക് ആർക്കും ഇവിടെ കിടക്കാൻ പറ്റില്ല കേട്ടോ. നിറയെ സ്പേസ് ഉണ്ടെങ്കിൽ കൂടെ അവർക്ക് കിടക്കാനുള്ളൊരു സൗകര്യം ഭയങ്കര കുറവാട്ടോ. കാരണം നമ്മളിവിടെ വൈക്കോലും കൂടെ വെച്ചതുകൊണ്ടാണ്. വൈക്കോല് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരില്ല. ഓ ടൈറ്റ് ഇനി ഇവനെ കഴിക്കാനായിട്ട് ഇവനാണ് ഈ കല്ലിനെയൊക്കെ പിടിച്ച് വലിച്ചിടുന്നത്. അവിടെ ഫുൾ ചളിയാണ്. ഇതിലാണ് നമ്മളുടെ നടുക്കഷ്ണം പോത്ത് കിടന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ നല്ല തൊഴുത്തിലൊക്കെ നിർത്തിയിട്ട് അവരിങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ കിടക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും കേട്ടോ.
രണ്ടവന്മാരിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. നമുക്കിനി ഇവിടെ ക്ലീൻ ചെയ്യാം കേട്ടോ. ഞാൻ നല്ല ഈ ടാർപ്പായിട്ട് എടുത്ത് ഇങ്ങനെ ഇട്ടതായിരുന്നു, കാരണം ഇവർക്കവിടെ ഫുൾ നല്ല ചളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇവിടെ ക്ലീൻ ചെയ്യും. ടയർ പൈ മാത്രമല്ല കേട്ടോ, അവിടെ വേറെ കുറച്ച് സംഭവങ്ങൾക്ക് ഞാൻ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. കീറി ഇനി നമുക്ക് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാൻ നോക്കാം. നമുക്ക് ക്ലീനിങ് പരിപാടിയിലോട്ട് പോകാം കേട്ടോ. ദാ നോക്കുതാ നമ്മുടെ പശുവിനെ എവിടെ കഴുകണമെന്ന് അറിയാം. നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മളിതാ ഇന്നലെ വരെ ഇവിടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ പശുവിനെ പോത്തിനെയൊക്കെ അവിടെ മേയ്ക്കാൻ കൊണ്ടുവരുന്നുണ്ട്. പോത്തപ്പന്മാർ കിടക്കണം ചേട്ടാ. അപ്പോൾ നമുക്ക് വേറെ എവിടെയും കൊണ്ട് ഇവരെ കഴുകേണ്ട കാര്യമില്ല. വീടിൻ്റെ പുറകിൽ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെ കഴുകാൻ പറ്റും കേട്ടോ. 3 അവന്മാരും വെള്ളത്തിൽ കിടക്കണം. നമുക്ക് അവൻ്റെ തലയിൽ ഒരുമാതിരി ഈച്ച വേണ്ട. നോക്ക് കിടക്കണം. എന്ത് രസമാണ് കാണാൻ, ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. നമുക്ക് പശുവിനൊക്കെ അല്ലെങ്കിൽ അതുവരെ അഴിച്ച് തോടിൻ്റെ അറ്റം വരെ കൊണ്ടുപോയി കഴുകണം. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ നിർത്തി കഴുകാമല്ലോ. മിക്കൂസൊക്കെ ഉണ്ട് കേട്ടോ. ചോട്ടു വയ്യാണ്ട് വീട്ടിൽ പോയിട്ട് വീണ്ടും വിരുന്നെത്തിയിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു ഇവിടെ വെള്ളമായപ്പോൾ? നല്ല രസമില്ലേ ഗൈസ്, നിങ്ങൾ പറയട്ടാ. അപ്പോൾ നമ്മൾ കുഞ്ഞു പശുവിനെയും കൂടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വീട്ടിൽ. അതാ കൂട്ടുകാരെ, നമ്മളിപ്പോൾ അങ്ങനെ ഇവിടെ കഴുകുന്നതിൻ്റെ ഒരു ലൈവ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരുത്തൻ നല്ല മോശമായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ /1 അങ്ങനെ എന്തോ ആണ്, 1KM അങ്ങനെ എന്തോ ആണ്. ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിലില്ലേ ഇതിൽ വന്നിട്ട് അവൻ മെസ്സേജ് അയക്കട്ടെ. അമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ള അവർക്കൊക്കെ അമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ളവന്മാർ തന്നെയല്ലേ. പിന്നെ ഇവന്മാർ എന്തിനാ ഇങ്ങനെ മെസ്സേജ് അയക്കണമെന്ന് നമുക്കറിയില്ല. നമ്മൾ വന്നിട്ട് ഇതിൽ വൃത്തിയായിട്ട രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നുമല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ പശുക്കളുടെയും പോത്തുകളുടെയും നമ്മളുടെയും ലൈഫാണ് നമ്മളിതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇത്തരം കമൻസ് ഇടേണ്ട ആവശ്യം
അവന് അമ്മയും പെങ്ങന്മാരും ഉണ്ടെങ്കിൽ അവൻ ഇത്തരം കമൻസ് ഇടില്ല. ഇല്ലാത്തവന്മാരായിരിക്കും. ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഇല്ലേ, ഞാൻ പറയാലോ, ചാവുന്നതാണ് നല്ലത്. ജീവിക്കുന്നതിനേക്കാളും നല്ലത് ചാവുന്നതാണ്. കാരണം എന്താ പറഞ്ഞാൽ അമ്മനെയും പെങ്ങളിനെയും തിരിച്ചറിയാനുള്ള കഴിവ് വേണം. ആ കഴിവില്ലാത്തവന്മാരൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. വളർന്നു വരുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ അവർ കാരണം ആപത്തേ ഉണ്ടാവുകയുള്ളൂ, അല്ലാണ്ട് നല്ലതൊന്നും സംഭവിക്കില്ല. അത്തരം ചിന്തകളുള്ളവർ തന്നെയില്ലേ സ്വയം മരിക്കുക, അതാണ് നല്ലത്. എന്തിനാ ഇങ്ങനെ ഒരു വൾക്കറായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നതെന്ന് അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അവർക്കല്ലോ ഒരു അമ്മ ഉണ്ടാവില്ല, ഒരു അമ്മൻ്റെ വയറ്റിൽ നിന്ന് ജന്മം എടുത്ത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ സ്വന്തം അമ്മൻ്റെ അടുത്ത് ചോദിക്കുമോ ഇത്തരം ചോദ്യം? സ്വന്തം അമ്മൻ്റെ അടുത്ത് ഇതുപോലൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ കേട്ട് നിൽക്കുമോ? ഈ വീഡിയോ കാണുന്നവൻ, അതായത് ഈ വീഡിയോ കാണുന്നവൻ പറഞ്ഞാൽ ഈ മെസ്സേജ് അയച്ചവൻ, അവന് ഉളുപ്പും നാണവും മാനവും ഉണ്ടെങ്കിലില്ലേ, അവൻ അവൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വന്ന് മെസ്സേജ് അയക്കാൻ പറ. ഫേക്ക് ഐ ഡി വെച്ച് ആർക്ക് എന്ത് കമൻസ് വേണമെങ്കിലും ഇടാം. പക്ഷെ സ്വന്തം ഐ ഡി വെച്ചിട്ട് സ്വന്തം മുഖം കാണിച്ചിട്ട് മെസ്സേജ് അയക്കേ, അവനാണ് ആണ്. ഇതുപോലെയുള്ള നമ്മുടെ പബ്ലിക്കിൽ വന്നിട്ട് ഇത്തരം കമൻസ് ഇടാൻ അവന് ധൈര്യം ഉണ്ടെങ്കിൽ അവനിടട്ടെ. അവന് നല്ല കണക്കിന് ലൈവിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പു. കാരണം നമുക്ക് പറയാൻ അറിയാണ്ടൊന്നുമല്ല, നമ്മൾക്ക് നല്ല കണക്കിൽ പറയാനറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ യൂട്യൂബാണ് എന്ന് പറഞ്ഞിട്ട് കണ്ട എവിടെയും കിടക്കണവൻ്റെ വൃത്തികേട് കേട്ടിരിക്കേണ്ട ഒരാവശ്യം ഞങ്ങൾക്കില്ല. മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ല രീതിക്ക് അവനറിയാത്ത രീതിയിലേക്ക് മറുപടി പറയാനും നമുക്കറിയാം. അതെങ്ങനെ പ്രതികരിക്കണം എല്ലാവരോടും അല്ല കേട്ടോ, ഇതുപോലെ വൃത്തികേട് പറയുന്നവർക്ക് മാത്രമുള്ള മറുപടിയാണ്. ബാക്കി ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കാനും നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പറയുന്നവർക്ക് ആ സ്പോട്ടിൽ മറുപടി കൊടുക്കാതിരുന്നാൽ എന്താ അറിയോ, ഇന്നിപ്പോൾ നമ്മളോടാണെങ്കിലും നാളെ മറ്റൊരാളോടാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ല. അവൻ പറഞ്ഞ മെസ്സേജ് എന്താന്ന് ഇനി ധൈര്യം ഉണ്ടെങ്കിൽ അവൻ വന്ന് മെസ്സേജ് അയക്കട്ടെ. അവൻ എന്താ പറയണമെന്ന് നമുക്കറിയാലോ.